മലയാളം, ഹിന്ദി, തമിഴ് ഇൻഡസ്ട്രിയിലെ സൂപ്പർ താരങ്ങൾക്ക് 2025 അത്ര നല്ല വർഷമല്ലായിരുന്നു. എങ്കിലും ചില അപ്രതീക്ഷിത തിരിച്ചുവരവുകൾക്കും വിജയങ്ങൾക്കും ഈ വർഷം വഴിയൊരുക്കി. മലയാള സിനിമയുടെ നെടുന്തൂണുകളായ മമ്മൂട്ടിക്കും മോഹൻലാലിനും എത്തിയാൽ കയറ്റിയിറക്കത്തിന്റെ വർഷമായിരുന്നു 2025. തുടർച്ചയായ മോശം സിനിമകളുടെയും പരാജയങ്ങളുടെയും പിന്നിലേക്ക് പോയ മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ തിരിച്ചുവന്ന വർഷമായിരുന്നു 2025. പൃഥ്വിരാജ് സുകുമാരൻ ഒരുക്കിയ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാനിലൂടെ മോഹൻലാൽ 2025 അക്കൗണ്ട് തുറന്നു. ആദ്യ ദിനം തന്നെ 14 കോടി നേടിയ സിനിമ കേരളത്തിൽ നിന്ന് 86 കോടി നേടി. ആഗോള ബിസിനസ് വഴി 325 കോടിയാണ് എമ്പുരാൻ സ്വന്തം പേരിലാക്കിയത്. റിലീസിന് പിന്നാലെ ഉടലെടുത്ത ചില വിവാദങ്ങൾ സിനിമയെ വിടാതെ പിന്തുടർന്നുവെങ്കിലും അതൊന്നും മോഹൻലാൽ സിനിമയെ പിന്നോട്ടടിച്ചില്ല. തുടർന്ന് തരംമൂർത്തിയെ തുടരും സിനിമ മോഹൻലാലിന്റെ സ്റ്റാറിനെയും അഭിനേതാവിനെയും ഒരുപോലെ ചൂഷണം ചെയ്തു. നിറം മങ്ങിയെന്ന് കരുതിയ മോഹൻലാലിന്റെ അഭിനയ മികവ് സർവശക്തിയുമെടുത്ത് തുടരുമിന്റെ ബെൻസായി അവതരിപ്പിച്ചു. മോഹൻലാലിന്റെ തുടർച്ചയായ 200 കോടി പടമായി തുടരും. 118 കോടിയാണ് കേരളത്തിൽ നിന്ന് തുടരും നേടിയത്. ഈ രണ്ട് റിലീസുകളും റീ റിലീസിലും മോഹൻലാലിന് ഇത്തവണ കൂട്ടുകെട്ടിനുണ്ടായിരുന്നു. ചോട്ടാ മുംബൈയും രാവണപ്രഭുവും ആഘോഷങ്ങൾ തീർത്ത രണ്ട് സിനിമകൾ തിയേറ്ററിൽ വിട്ടു. തൊട്ടു പിന്നാലെ സത്യനന്ദിക്കാട് മോഹൻലാൽ ചിത്രം ഹൃദയപൂർവ്വം ആ കൂട്ടുകെട്ടിന്റെ പേര് കാത്തു. 60 കോടിക്കും മുകളിലാണ് ഹൃദയപൂർവ്വത്തിന്റെ ആഗോള നേട്ടം. കേരളത്തിൽ നിന്ന് 41 കോടിയാണ് സിനിമയുടെ കളക്ഷൻ. ഇതിനിടെ വന്ന പാപ്പാബായിലും കണ്ണപ്പയിലും അതിഥി വേഷങ്ങൾ മോഹൻലാലിന് നാണക്കേടുമുണ്ടാക്കി. തുടർ വിജയങ്ങളുടെ കുതിപ്പ് തുടർന്ന മമ്മൂട്ടിക്ക് 2025 തുടക്കം ചെറുതായിട്ടൊന്ന് പാളി. ഗൗതം മേനോൻ ആദ്യ മലയാള ചിത്രം ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബോയ്സ് സമ്മിശ്ര പ്രതികരണം നേടിയെങ്കിലും തിയേറ്ററിൽ ചലനമുണ്ടാക്കാൻ സാധിച്ചില്ല. തൊട്ടു പിന്നാലെ എത്തിയ ബസൂക്കയാട്ടെ വർഷങ്ങൾക്കിപ്പുറമുള്ള മമ്മൂട്ടിയുടെ മോശം സിനിമയെന്ന ഖ്യാതിയോടെ തിയേറ്റർ വിട്ടത്. എന്നാൽ വർഷാവസാനം തേച്ചുമിനുക്കിയെടുത്ത അഭിനയത്തിന്റെ പുത്തൻ വില്ലൻ ഭാവങ്ങളുമായി മമ്മൂട്ടി തിരികെ എത്തി. കളങ്കവൾ പ്രകടനത്തിലാലും സാമ്പത്തികമായും മുന്നിൽ തന്നെ എത്തി. ഇനിയും വ്യത്യസ്തമായ മമ്മൂട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കാം എന്ന സൂചന കൂടിയായിരുന്നു കളങ്കാവൽ. എന്നാൽ പതിവിനെല്ലാം വിപരീതമായി തമിഴ് സിനിമയുടെ സൂപ്പർ സ്റ്റാർക്ക് 2025 മറക്കാനാഗ്രഹിക്കുന്ന വർഷമായി. ലോകേഷ് കനകരാജ് ചിത്രം കൂലിയിലൂടെ ബോക്സ് ഓഫീസ് പിടിച്ചെടുക്കാൻ എത്തിയ സൂപ്പർ സ്റ്റാർ രജനികാന്തിന് കാർഡ് ഡെലിവറി. ആഗോളതലത്തിൽ 500 കോടി നേടിയെങ്കിലും ലോകേഷിന്റെ ഏറ്റവും മോശം സിനിമയാണ് കൂലി എന്ന നേടിയ പ്രതികരണങ്ങൾ. സൂപ്പർ സ്റ്റാറിനും കിട്ടി കണക്കിന് ട്രോളുകൾ. നായകൻ എന്ന എവർ ക്ലാസ് സിനിമയ്ക്ക് ശേഷം മണിരത്നവും കമലഹാസനും വീണ്ടും എത്തിയപ്പോൾ പ്രതീക്ഷകൾ ചെറുതൊന്നുമല്ലായിരുന്നു. എന്നാൽ ഇന്ത്യൻ ടൂവിന് ശേഷം കമലഹാസന്റെ മോശം സിനിമകളുടെ പട്ടികയിൽ തഗ് ലൈഫ് മുന്നിൽ തന്നെ ഇരിപ്പുറച്ചു. ചില്ലറകളൊന്നുമല്ല കമലഹാസനും സിനിമയ്ക്കും ട്രോളുകൾ ലഭിച്ചത്. 50 കോടി പോലും കടക്കാനാകെ തഗ് ലൈഫ് കൂപ്പുകുത്തുകയും ചെയ്തു. വിജയം ഉണ്ടായില്ലെങ്കിലും തമിഴത്തിന്റെ തല അജിത്തിന് 2025 കാര്യമൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. വിജയത്തിന്റെ വർഷത്തിന്റെ തുടക്കത്തിൽ വിടാമുയർച്ചി എന്ന ആക്ഷൻ ഡ്രാമ സിനിമയായി എത്തിയ അജിത്തിന് അടിതെറ്റി. പ്രതീക്ഷകൾക്കൊത്ത് ഉയർന്നില്ലെന്ന് മാത്രമല്ല നടന്റെ പ്രകടനത്തിനും പഴകേട്ടു. എന്നാൽ ബോക്സ് ഓഫീസിൽ 100 കോടിക്ക് മുകളിൽ കഷ്ടിച്ചെത്താൻ സിനിമയ്ക്ക് സാധിച്ചു. പിന്നാലെയത്തെ ഗുഡ് ബാഡ് അഗ്ലി അജിത്ത് ആരാധകർ മാത്രം ത്രസിപ്പിച്ച കെട്ടുകാഴ്ചയായി. തിയേറ്ററിൽ ആരവം ഉണ്ടാക്കിയെങ്കിലും പ്രതികരണങ്ങളിൽ സിനിമ പുറകോട്ട് പോയി. തമിഴകത്തിന് ദളപതി വിജയ്ക്ക് ഈ വർഷം സിനിമകൾ ഇല്ലായിരുന്നത് തമിഴ് സിനിമയെ 2025 കളക്ഷനെ ബാധിച്ചു എന്ന് ഒരു പ്രമുഖ തിയേറ്റർ ഉടമ പറഞ്ഞതായി അദ്ദേഹത്തിന്റെ സ്വീകാര്യതയ്ക്കുള്ള മറ്റൊരു തെളിവായി മാറുകയും ചെയ്തു. കാർത്തിക് സുബ്ബരാജനൊപ്പം കളം മാറ്റി ചവിട്ടാൻ ഒരുങ്ങിയ സൂര്യയ്ക്കും പിന്നെയും കാലിടറി. പ്രതീക്ഷയുടെ വമ്പൻ ഭാരമേറി എത്തിയ റെട്രോ ആക്ഷൻ സീനുകളും മികച്ച ആദ്യ പകുതിയും കൊണ്ട് മാത്രം ശ്രദ്ധിക്കപ്പെട്ട സിനിമയായി മാറി. സൂപ്പർ താര പദവിയിലേക്ക് കുതിച്ചു കയറാൻ ധനുഷിനും ശിവകാർത്തിനും 2025 നല്ല ഓർമ്മയല്ല. നിലാവുക്ക് എന്മേൽ എന്നടി കോപം, ഇഡലിക്കട്ട എന്നീ സംവിധാന സംരംഭവുമായി എത്തിയെങ്കിലും പഴകിത്തേഞ്ഞ മെലോ ഡ്രാമയും പാസത്തിനും അപ്പുറം രണ്ട് സിനിമകൾക്കും ചലനമുണ്ടാക്കാനായില്ല. തെലുങ്ക് തമിഴ് ചിത്രം കുബേരനാകട്ടെ തെലുങ്കിൽ മാത്രം വിജയത്തിലൊതുങ്ങി. എന്നാൽ ധനുഷിന് ആശ്വാസ വിജയമായി ഹിന്ദി ചിത്രം തേരെ ഇഷ്ക് മേം എത്തി. ഹിറ്റുകൾ ഇല്ലാതെ കിടന്ന ബോളിവുഡിന് തന്റെ വക 100 കോടി നൽകി ധനുഷ്. AR മുരുകദോസിന്റെ കംബാക്ക് ചിത്രമെന്ന് അവകാശവാദമായി എത്തിയ മദ്രാസി സമ്മിശ്ര പ്രതികരണവുമായി കൂപ്പുകുത്തുകയും ചെയ്തു. ആഗോളതലത്തിൽ 100 കോടിക്ക് മുകളിൽ നേടിയെങ്കിലും തമിഴ്നാട്ടിൽ മദ്രാസിക്ക് കാര്യമായി ഒന്നും നേടാനായില്ല.
ബോളിവുഡിലാകട്ടെ ഷാറുഖ് ഖാൻ കളത്തിലിറങ്ങാതെ നിന്നപ്പോൾ സൽമാൻ ഖാനും അമീർ ഖാനും ഒരു സിനിമയും എത്തി. AR മുരുകദോസിന്റെ സിക്കന്ദർ സൽമാൻ ഖാന്റെ ഫ്ലോപ്പ് ലിസ്റ്റിൽ മറ്റൊരു സിനിമയായി മാറിയപ്പോൾ സിതാരെ സമീൻ പർ എന്ന വിജയചിത്രം തുടർച്ചയായുള്ള പരാജയങ്ങളിൽ നിന്ന് അമീർ ഖാനെ രക്ഷിക്കുകയും ചെയ്തു. അപ്പോഴും കൂലിയിലെ അതിഥിവേഷം നടന് ട്രോളുകൾ നേടിക്കൊടുക്കുകയും ചെയ്തു. ഒരു ക്യാമിയോ ഉൾപ്പെടെ 5 സിനിമകളായിരുന്നു അക്ഷയ് കുമാറിനോടെ 2025 എത്തിയത്. ഇതിൽ കേസരി ചാപ്റ്റർ 2, ജോളി LLB 3 പ്രകടനം കൊണ്ടും ആഖ്യാന രീതിയും കൊണ്ടും അക്ഷയ് കുമാറിന് രക്ഷയായപ്പോൾ ഹൗസ്ഫുൾ 5, സ്കൈഫോഴ്സ് എന്നീ കളക്ഷന്റെ പേരിൽ മാത്രം ഓർക്കപ്പെടുന്ന സിനിമകളായി മാറി. 3 സിനിമകളായിരുന്നു ഇത്തവണ അജയ് ദേവ്ഗണിന്റെ എത്തിയത്. ഇതിൽ 243.06 കോടിയുമായി റെഡി ടു വമ്പൻ നേട്ടം കൊയ്തപ്പോൾ സൺ ഓഫ് സർദാർ 2, ദേ ദേ പ്യാർ ദേ 2 എന്നീ ചിത്രങ്ങൾ കൂപ്പുകുത്തി ബോക്സ് ഓഫീസിൽ വീണു. വമ്പൻ സിനിമകളുമായി 2026ലും ഈ സൂപ്പർ സ്റ്റാർ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്താൻ ഒരുങ്ങുകയാണ്. ഇത്രയും പ്രതീക്ഷകൾ കുറവൊന്നുമില്ല. 2025ൽ കൈവിട്ട വിജയങ്ങൾ അടുത്ത വർഷം സൂപ്പർ സ്റ്റാറുകൾ തിരിച്ചുപിടിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.